ായിരുന്ന ആയത്തുള്ള അലി ഖമനൈ പോർമുനയേറ്റു വീണപ്പോൾ കർണാടകയിലെ അലിപുര ഗ്രാമം വിലപിച്ചു. കനിവിന്റെ അലിവിന്റെ അലിപുര ചാപ്റ്റർ അറിയാൻ ഓർമ്മയുടെ താളുകൾ 40 വർഷം പിന്നോട്ട് മറിക്കണം. പരമോന്നത നേതാവായി ഇറാനിൽ സ്ഥാനമേൽക്കുന്നതിനു മുൻപ് യുവാവായ അലി ഖമനൈ അന്ന് ഇന്ത്യ സന്ദർശിച്ചു. ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1980കളുടെ തുടക്കത്തിലായിരുന്നു ഖമനയുടെ വരവ്. അന്ന് അദ്ദേഹം കർണാടകയിലും കശ്മീരിലുമെത്തി. ആ സന്ദർശനത്തിനിടെ ഖമനൈ കർണാടകയിൽ ഒരു ആതുരാലയം പണിയാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അന്ന് റൂഹുള്ള ഖൊമൈനി സർക്കാരിന്റെ നയതന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് 40-കാരനായ അലി ഖമനൈ ഇന്ത്യയിലെത്തിയത്. 1981 ഒക്ടോബറിൽ ഇറാൻ പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേൽക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ സന്ദർശനം. അപ്പോൾ ജനങ്ങളുമായി സംസാരിക്കവേ ഖമനൈക്ക് മുൻപാകെ ഒരു പ്രത്യേക ആവശ്യമുയർന്നു. ഒരു ഗർഭിണിക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കണമെന്നായിരുന്നു അവിടെ കൂടിയിരുന്നവരുടെ ആവശ്യം. ഗർഭിണിക്ക് എന്ത് സംഭവിച്ചെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നു. ചിക്ബല്ലാപൂർ ജില്ലയിലെ അലിപുര എന്ന കുഗ്രാമത്തിൽ നിന്നും പേറ്റുനോവുമായി യാത്ര തുടങ്ങിയ ഗർഭിണിക്ക് പാതിവഴിയിൽ ജീവൻ നഷ്ടപ്പെട്ടതായി ഖമനൈ അറിഞ്ഞു. ഉള്ളുലഞ്ഞ് കണ്ണുനിറഞ്ഞ് ഖമനൈ അന്നൊരു തീരുമാനമെടുത്തു. അലിപുരയിൽ ഒരു ആശുപത്രി പണിയണം. പിന്നാലെ അലിപുരയ്ക്ക് ഖമനയുടെ സാമ്പത്തിക സഹായമെത്തി. ആശുപത്രി കെട്ടിടമുയർന്നു. ഇമാം ഖമനൈ ആശുപത്രി. ഇന്നും ആ നാട് അങ്ങേയറ്റം ആദരവോടെയാണ് ആ സംഭവം ഓർത്തെടുക്കുന്നത്. ഷിയ വിഭാഗത്തിന്റെ ശക്തികേന്ദ്രമായ അലിപുര മിനി ഇറാൻ, ബേബി ഓഫ് ഇറാൻ എന്നീ പേരുകളിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. 1981 അലി ഖമനൈ തന്നെ ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാണ് ഗ്രാമവാസികൾ ഓർമ്മിക്കുന്നത്. എന്നാൽ ആശുപത്രി പൂർണ്ണ സജ്ജമാകാൻ 10 വർഷമെടുത്തു. നിലവിൽ അഞ്ജുമാൻ ഇ ജാഫ്രിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ഇമാം ഖമനൈ മെഡിക്കൽ ട്രസ്റ്റാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. അലി ഖമനയുടെ വിയോഗവാർത്ത വന്നപ്പോൾ ഈ ആശുപത്രിയുമായുള്ള വൈകാരിക ബന്ധം കാരണം അലിപുരയിലെ ഗ്രാമവാസികൾ 3 ദിവസത്തെ ദുഃഖാചരണം നടത്തിയതും വാർത്തയായിരുന്നു. 40 ആണ്ടിനിപ്പുറം നയതന്ത്രങ്ങൾ മാറിമറിഞ്ഞു. എന്നാൽ ആയത്തുള്ള അലി ഖമനൈ ഇന്നും സ്നേഹത്തിന്റെ നയതന്ത്രമാണ് അലിപുരയിലെ സാധാരണക്കാർക്ക്. അനുകമ്പയുടെ നിത്യസ്മാരകം.